ഞാൻ ആഗ്രഹിച്ച തിരഞ്ഞെടുപ്പ് ഫലം ആണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ മേലെ എന്ന് പറയാം. കാരണം ഞാൻ ഇത്രത്തോളം ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ആഗ്രഹിച്ചത് ഒരു യഥാർത്ഥ യു ഡി എഫിന് ഒരു 85 മുതൽ 90 സീറ്റ് വരെ വേണം. അതല്ലാതെ വി ഡി സതീശൻ പറഞ്ഞ മാതിരി 100 സീറ്റിന് മേളിൽ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാനത് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ജയിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു യു ഡി എഫ്. കാരണം ഈ കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ ജനങ്ങളുടെ പൾസ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. യു ഡി എഫിന് വിജയം സുനിശ്ചിതമായിരുന്നു, എനിക്കറിയാം. പിന്നെ ഇതിനകത്ത് ഇതിനെ ഒന്ന് ഒരു ചെറിയ വിലയിരുത്തൽ നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിന് ഒരുപാട് വേറെ യു ഡി എഫ് പോലും വിചാരിക്കാത്ത വിധത്തിലുള്ള കുറേ പേരുടെ ഭാഗത്തു നിന്നുള്ള ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അത് വിസ്മയം എന്നുള്ള പേരിൽ വി ഡി സതീശൻ പറഞ്ഞെങ്കിലും ഞാൻ വിസ്മയ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്ത് അസംതൃപ്തരായ കുറേ ആളുകൾ എതിർപ്പാളയത്തിലുണ്ടായിരുന്നു. വളരെ അസംതൃപ്തരെന്ന് പറയുന്നത് ശരിയായ പാർട്ടി സ്നേഹികളാണ് അവർ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് എന്നറിയാവുന്ന ആ രീതിയിൽ അതിനെക്കുറിച്ച് ആ ഒരു വികാരം ഉൾക്കൊണ്ടിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ജയിക്കാനിതിയായി തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിച്ചേക്കുന്ന ഒരു 3 പേരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ആള് ശ്രീ ജി സുധാകരൻ, രണ്ടാമത്തെ ആള് കുഞ്ഞികൃഷ്ണൻ, മൂന്നാമത്തെ ആള് ടി കെ ഗോവിന്ദൻ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ജി സുധാകരൻ. ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ വന്നിട്ടുണ്ട്. എന്നെ അത്ര ഇഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തിന് അതുപോലെ ഇഷ്ടവുമാണ്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം രാവിലെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ ഒരു അഭിപ്രായം ചോദിക്കാൻ വിളിക്കുക. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ പറഞ്ഞ് ഇവിടെ എല്ലാവരും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞ് മത്സരിക്കണം, സ്വതന്ത്രനായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്ക് നിങ്ങളെപ്പോലുള്ളവരാണ് അസംബ്ലി വരേണ്ടത്. സാറ് നിർബന്ധമായിട്ടും മത്സരിക്കണം, അത് ജയിക്കുകയും ചെയ്യും. സ്വതന്ത്രനായിട്ട് തന്നെ മത്സരിച്ചാൽ ഒരു പാർട്ടി വേറെ വേണ്ട, സ്വതന്ത്രൻ മത്സരിക്കണം ജയിക്കും, ഉറപ്പാണ്, നിർബന്ധമായിട്ട് മത്സരിക്കണം. ശരി എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ഞാൻ കാണുന്നത്. യു ഡി എഫ് അദ്ദേഹത്തിന് സപ്പോർട്ടും കൊടുക്കാൻ തീരുമാനിച്ചു. അത് യു ഡി എഫിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം കൊള്ളാവുന്ന ഒരാളെ അവിടെ അയാൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളുടെ വലിയൊരു മതിപ്പുണ്ടാവും. അത് വളരെ ഒരു ടാക്റ്റിക്കലായിട്ടുള്ള ഒരു മൂവാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് എടുത്തത്, ഈ സപ്പോർട്ട് കൊടുക്കാൻ. വളരെ നല്ലത്. അപ്പോൾ ഇനി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർത്തിയാലോ അവിടെ ത്രികോണ മത്സരമാവും. ത്രികോണ മത്സരം ആയാൽ പോലും സുധാകരൻ അവിടെ ജയിക്കും, എനിക്കറിയാം. കാരണം അദ്ദേഹത്തിന് ജനങ്ങൾക്ക് അതേപോലെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ തീർന്ന ഒരു നേതാവ്, അതായത് യാതൊരു അഴിമതിക്കാരെ പുരളാത്ത ഒരു മന്ത്രി, PWD പോലുള്ള വകുപ്പ് ഭരിച്ച ആളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനിയും എനിക്കൊരാഗ്രഹമുള്ളത്, നിർബന്ധമായിട്ടും യു ഡി എഫ് ഉണ്ടല്ലോ, ഈ നന്ദി കാണിക്കാനെങ്കിലും, ജനങ്ങളോടെങ്കിലും നന്ദി കാണിക്കാൻ അദ്ദേഹത്തെ മന്ത്രിയാക്കണം. അതാ ചെയ്യേണ്ടത്. ഇനി അത് അവരുടെ കാര്യം, ബാക്കി അതിലേക്ക് കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നെ രണ്ടാമത് ഞാൻ കുഞ്ഞികൃഷ്ണൻ്റെ കാര്യം രണ്ടാമത്തെ ആൾ കുഞ്ഞികൃഷ്ണനാണ്. എന്തുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞികൃഷ്ണൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുമായിട്ട് വഴക്കുണ്ടാക്കിയത്. ഒരു രക്തസാക്ഷി ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ആ പാർട്ടിക്ക് വേണ്ടി കൊല്ലപ്പെട്ട ഒരു മനുഷ്യൻ്റെ പേരിൽ പിരിച്ച ഫണ്ട് അതെടുത്ത് പുട്ടടിച്ചവന്മാർക്കെതിരെയാണ് അയാൾ രംഗത്തിറങ്ങിയത്. അതിന് അയാളെ വീട്ടിൽ ബോംബെറിയുകയും അയാളെ ആക്ഷേപിക്കുകയും എല്ലാം ചെയ്ത് എന്ത് അക്രമങ്ങളാണ് ഉണ്ടാക്കിയത്. അയാളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ വണ്ടികൾ വരെ കത്തിക്കുകയാണ്. ഇതെല്ലാം ചെയ്തവിടെ. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടിയിരുന്നു, നിങ്ങൾക്ക് കുഴി തോണ്ടുകയാണ് എന്ന് നിങ്ങൾ ആലോചിക്കണമായിരുന്നു. അത് ചെയ്തില്ല. ജി സുധാകരനെ ചവിട്ടിത്താത്തപ്പോൾ നിങ്ങൾ ആലോചിക്കണമായിരുന്നു, നിങ്ങളെ തന്നെ ചവിട്ടി താഴ്ത്തുകയാണെന്ന്. അത് ചെയ്തില്ല. അതുപോലെ കുഞ്ഞികൃഷ്ണനെ. ഇനി ജി സുധാകരനെ ആണെങ്കിൽ എന്തുവാ, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുണ്ട്, നല്ല ഒന്നാന്തര വാക്കാണ് പറഞ്ഞ കേട്ടോ, ചെറ്റ, കൊള്ളാം, നല്ല. ഇത് മാത്രമല്ല, ഞാനിതിൻ്റെ തോൽവി CPM തോൽവി ഞാൻ പൂർണ്ണമായിട്ട് കണ്ട എപ്പോഴെന്നറിയാം. പത്തനംതിട്ട ഒരു യോഗത്തിലെ ഒരു പാവപ്പെട്ട ഒരുത്തൻ, അയാൾ പാർട്ടി പ്രവർത്തകനാണ്. ഒരു ചോദ്യം
അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ നിന്ന് ഇയാൾ ആരാ ഈ വീട്ടിൽ പോയി ചോദിക്കാൻ പറയാൻ? ഇങ്ങനെയാണോ ജനങ്ങളുടെ അടുത്ത് പറയണ്ടേ? അതോടുകൂടി ഉണ്ടല്ലോ ഇവരുടെ കുഴി തോണ്ടി ഉറപ്പായി എനിക്ക്. ഇത് കേൾക്കുന്ന ആരും ഉണ്ടല്ലോ ഈ അഹങ്കാരം, നമുക്ക് ഈ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ തിരിച്ചറിയും. അതെപ്പോഴും മനസ്സിലാക്കും, ആളുകൾ അതനുസരിച്ച് പെരുമാറും. ഇനി പോട്ടെ, മാറിപ്പോകുന്നില്ല. മൂന്നാമത്തെ ആള് ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചത് ടി കെ ഗോവിന്ദനാണ്. അത് ടി കെ ഗോവിന്ദനോടുള്ള ഇഷ്ടം കൊണ്ടല്ല. കാരണം എനിക്ക് ആ പാർട്ടിയുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല, എനിക്ക് അറിഞ്ഞൂടാ. ടി കെ ഗോവിന്ദൻ്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ ടി കെ ഗോവിന്ദൻ ആരാണെന്ന് എനിക്കിപ്പോൾ മത്സരിക്കാൻ വരുന്ന സമയത്ത് തൊട്ട് മുമ്പ് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ഞാനത് ജയിക്കാൻ ആഗ്രഹിച്ചത് എന്താണെന്നറിയാം? ശ്യാമള തോക്കാൻ വേണ്ടിയാണ്. കാരണം എന്തുകൊണ്ട് ശ്യാമള ഒരു സ്ത്രീയെ അങ്ങനെയല്ല. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു കാരണവശാലും ഇതുവരെ കുടുംബവാഴ്ച എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം EMSന് മക്കൾ ആരെങ്കിലും മത്സരിക്കാൻ ആരെങ്കിലും പുറത്തോട്ട് വരുന്നുണ്ടോ? ഒന്നുമില്ലായിരുന്നല്ലോ. അതിൽ മക്കളോ കൊച്ചുമക്കളോ EMSൻ്റെ ആണെന്നും പറഞ്ഞ് ആരും വരാറില്ല. പാർട്ടി ഇവിടെ ഉണ്ടാക്കിയത് തന്നെ അദ്ദേഹമാണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നേതാക്കൾ, എത്രയോ വലിയ നേതാക്കൾ ഉണ്ടായിരുന്നു. അവരാരും ഇങ്ങനെ ഇറങ്ങി വന്നിട്ടില്ലല്ലോ. ഇവിടെ നോക്കിയപ്പം MV ഗോവിന്ദൻ അവിടെ MLA ഒക്കെ ആയിരുന്നു. അപ്പം MV ഗോവിന്ദൻ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഉറച്ചിരിക്കണം. അങ്ങനെ ഇരുന്നുകൊണ്ട് വലിയ വലിയ അഭിപ്രായങ്ങളൊക്കെ പറയണമല്ലോ. അപ്പോൾ നോക്കുമ്പം അവിടുത്തെ അത് വേറെ ഇറങ്ങാൻ വേണ്ട, എൻ്റെ ഭാര്യയാണ് അവിടെ നല്ലത്, അതങ്ങ് തീരുമാനിച്ചു. അന്നേരം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ സ്ത്രീ തോക്കണം. അത് സ്ത്രീ ആയതുകൊണ്ടല്ല, കാരണം ഇയാളുടെ ഭാര്യയെ ഇയാൾ തന്നെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. വളരെ വൃത്തിയോടല്ലേ കാണിച്ച്. അപ്പോൾ അവിടുത്തെ ഒരു സീനിയർ നേതാവായിട്ടുള്ള ടി കെ ഗോവിന്ദൻ അതിന് മിലിറ്റേറ്റ് ചെയ്ത് വെളിയിറങ്ങി. ടി കെ ഗോവിന്ദനോടൊപ്പം ടി കെ ഗോവിന്ദൻ മാത്രമല്ല ഉള്ളേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആ തളിപ്പറമ്പ് മണ്ഡലം എന്നൊക്കെ പറയുന്നത് മാർക്സിസ്റ്റ് കോട്ടയാണ്. അതുപോലെ പയ്യന്നൂർ മാർക്സിസ്റ്റ് കോട്ടയാണ്. അവിടെ എല്ലാം ഈ പരാജയം വരാനുള്ള കാരണം എന്താ? മാർക്സിസ്റ്റുകാർ തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഷ്ടപ്പെടാതെ ഇവർ വോട്ട് ചെയ്തുകൊണ്ടല്ലേ. അതൊന്നും ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഇതേപോലെ വൃത്തികേട് കാണിച്ചാൽ പിന്നെ അതുപോലെ തന്നെ വേറെ തോക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിണറായി വിജയൻ ജയിച്ച് വരണം. കാരണം ഈ തോൽവിയുടെ ഉണ്ടല്ലോ, അയാൾ ജയിച്ചു വന്നാലേ ഇതിൻ്റെ ആഘാതം അയാൾ മനസ്സിലാക്കുള്ളൂ. കാരണം ഇതുവരെ രാജാവായിട്ട് 40 വണ്ടിയുടെ അകമ്പടിയല്ലേ ഇയാൾ ചെയ്ത പരിപാടി. എന്തെന്നറിയാം, എൻ്റെ അടുത്ത് ഞാൻ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാറുണ്ട്. അതിന് ചെയ്ത പണി, എനിക്ക് Y+ കാറ്റഗറി ഉള്ള എന്നെ കൊല്ലാൻ വന്ന ആളുകളുണ്ട്, ISൻ്റെ ആളുകൾ. അതിന് കേസ് പിടിച്ച് പുറത്തു വന്ന വാർത്തയാണ്. അപ്പോൾ എനിക്കത് പേടിയൊന്നുമില്ല. ഞാൻ ഇത്ര നാൾ ജീവിച്ചിരിക്കാമെന്നൊന്നും ഞാൻ എങ്ങും വാക്ക് കൊടുത്തിട്ടില്ല. Y+ കാറ്റഗറി ഉണ്ടായിരുന്ന എൻ്റെ പോലീസിന് അയാൾ വിഡ്രോ ചെയ്തു. എൻ്റെ അടുത്തുള്ള വൈരാഗ്യത്തിന് ഇതാണ്. അപ്പോൾ അതിപ്പം മനുഷ്യന് സ്വാഭാവികമായിട്ട് ദേഷ്യം വരുമല്ലോ. എനിക്ക് പോലീസുകാരെ വേണ്ടിയിട്ടല്ല, എനിക്ക് ആവശ്യമില്ല. അപ്പോൾ അന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരു 2 ഇന്നോവ കാർ നിറയെ ആളുകൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളിവിടെ കാവൽ കിടക്കാം, സാറിൻ്റെ പോലീസുകാരെ വിട്ടു. ഞാൻ പറഞ്ഞ എൻ്റെ ആവശ്യമില്ല, ഞാൻ ഈ നാട്ടിൽ താമസിക്കുന്നതല്ലേ, എനിക്കത് ഒരു നിർബന്ധവുമില്ല. ആരെങ്കിലും വന്നാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് നിങ്ങൾ ഇടപെട്ടാൽ മതി എന്ന് പറഞ്ഞ് അവർ തിരിച്ചയച്ചിട്ടുണ്ട്. ആ ജനങ്ങളുള്ളതുകൊണ്ട് എനിക്ക് എന്നാലും ഇപ്പം നടക്കാൻ പോകുമ്പോൾ ആളുകൾ പലപ്പോഴും വിളിച്ചു പറയും, സാറേ ഇന്നോവ കാർ വരുന്നു എന്ന് നോക്കിക്കോണ്ടേ എന്ന് പറയും. കാരണം ഞാൻ ഇത് പറയുമ്പം ഇതുപോലെ അയാളെ എന്താണെന്നറിയോ, ഞാൻ അയാൾ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന് മാത്രമാണ് ഈ പണി എൻ്റെ അടുത്ത് ചെയ്തത്. ഇതുപോലെ വൈരാഗ്യം കാണിക്കേണ്ട കാര്യം എന്താണ്? എൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അതൊക്കെ പോട്ടെ. എന്നിട്ടും അയാൾ തോക്കരുത് ഞാൻ ആഗ്രഹിച്ചു. അതിപ്പോൾ ആ KK രമയുടെ പോസ്റ്റ് വായിച്ചപ്പോഴാണ് എനിക്കതിനകത്ത് വളരെ ഇഷ്ടം. ഇന്നലെ 6 റൗണ്ട് വരെ ഉണ്ടല്ലോ. അതായത് ചന്ദ്രശേഖരനെ, ഒരു വലിയ നേതാവിനെ, രമയുടെ ഭർത്താവിനെ 52 വെട്ടിക്കൊന്ന ദിവസം, യവന്മാരെ കൊലപ്പെടുത്തിയതാണല്ലോ. ആ വെട്ടിക്കൊന്ന ദിവസം തന്നെ അതിന് അയാൾക്ക് ഒരു 6 റൗണ്ട് വരെ, അതായത് തുണിയില്ലാതെ നിന്നു എന്ന് പറഞ്ഞാൽ നഗ്നനായിട്ട് വെയിലത്ത് നിന്നു എന്നാ പറഞ്ഞത്. ശരിയാണ്, ഇനിയും വേണം, അയാൾ വന്നിരിക്കണം അവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തോറ്റുപോയാൽ അവരുണ്ടല്ലോ ഒളിച്ചോടാം. ഇനി ഒളിച്ചോടാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ ജനങ്ങളോട് എന്തു പറയും? ധർമ്മടത്തെ ആ റഷീദുണ്ടല്ലോ, എന്ത് മെടുക്കാനെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അയാളവിടെ ജയിച്ചു പോയനെ, ഇയാൾ തോറ്റുപോയനെ കേട്ടോ. അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരൊറ്റ
അതായത് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളെയും അയാൾ പുറകെ നടന്ന് വിളിച്ച്. ഒരൊറ്റ ഒരുത്തം പോയില്ല. കാര്യം എന്താ പറയുക, അയാൾ പിണറായി വിജയിക്കും, അവിടെ പോയിട്ട് കാര്യമില്ല. അവസാനം ഷാഫി പോലും ഒരു ഡേറ്റും കൊടുത്തിട്ട് അത് മാറ്റി എന്നാണ് പറയപ്പെടുന്നത്, അയാൾ പറഞ്ഞത്. കഷ്ടമായിപ്പോയി അത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അയാൾ ജയിക്കണമെന്നല്ല എൻ്റെ ആഗ്രഹം. പിണറായി തോക്കരുത്, ചെറിയ ഭൂരിപക്ഷത്തിൽ പിണറായി ജയിച്ചു വരണം, വന്നിട്ട് അവിടെ പോയി ഇരിക്കണം. ശ്രീമതി രമ പറഞ്ഞ പോലെ വെയിലത്ത് നഗ്നനായിട്ട് അയാൾ നിൽക്കണം, അതാണ് വേണ്ടത്. ഈ പാർട്ടി നശിപ്പിച്ചതിന്, ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചതിന് ഇത് മാത്രമാണ്. എന്താ കാര്യം എന്നറിയോ? തോറ്റതിൻ്റെ കാരണം വേറെ എങ്ങും പോയി ചോദിക്കണ്ട. തോറ്റതിൻ്റെ കാരണം കേരളത്തിൽ നമ്മൾ റോഡിൽ കൂടെ നടന്നാൽ മാത്രം, സഞ്ചരിച്ചാൽ മാത്രം മതി കാണാൻ. ഒരു 100 മീറ്ററിനകത്ത് 3-4 കൂറ്റൻ ഫ്ലെക്സുകളാണ് വെച്ചത്. 250 കോടി രൂപ ഈ പാവങ്ങളുടെ പൈസ, കേരളത്തിലെ പാവപ്പെട്ടവരുടെ പൈസ എടുത്ത് ചിലവാക്കിയതാണ്. അല്ല ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശൊന്നുമല്ല. എടുത്ത് ഇത് വരെ ഈ മോന്ത കണ്ടാൽ ആ കാണുന്നവൻ ആലോചിക്കും, എടാ ഇവനെ എങ്ങനെ കൂട്ടുകൊടുക്കും. അത് അയാൾക്ക് മാത്രമല്ല അത് ഈ പ്രതിഫലിച്ചത്. ധർമ്മടത്ത് ഇയാളുടെ വലിയ രാജാവായിരുന്നല്ലോ. ആ ഭൂരിപക്ഷം എവിടെ പോയി ഇപ്പോൾ? ഒന്നുമല്ല, കാരണം ആ ജനങ്ങൾ പോലും അയാളെ വെറുത്തു എന്നുള്ളതാണ്. അവിടെ ഉള്ളവർ. എൻ്റെ അഭിപ്രായത്തിൽ ഇയാൾ രാജിവെച്ച് അങ്ങ് പോകണം. കാരണം വേറെ ആരെങ്കിലും മത്സരിച്ച് ജയിച്ചോട്ടെ എന്ന് വെക്കണം. ഇത് പാർട്ടിയല്ല ഇവിടെ ഈ ഇലക്ഷന് നേരിട്ടത്, പിണറായി വിജയനാണ്. എല്ലാം പിണറായി വിജയൻ. വ്യക്തി കേന്ദ്രീകൃതം, അതാണ്. പാർട്ടി ആയിട്ടല്ല, ഒരു വ്യക്തി കേന്ദ്രീകൃതം ആയിട്ടങ്ങ് മാറി. അത് വന്നതോടുകൂടി ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ജനങ്ങൾ ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമുണ്ടല്ലോ. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, നിവൃത്തിയില്ലാത്ത കാലത്ത് 100 രൂപയുടെ കിറ്റ് വാങ്ങി നക്കിക്കൊണ്ട് വോട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു സത്യമാണ്. കഴിഞ്ഞ തവണയാണെങ്കിൽ സംഭവിച്ചത് ഈ കിറ്റും അല്ല, അത് കോവിഡിൻ്റെ സമയത്താണ്. ഇയാൾ ഏതാണ്ട് വലിയ രക്ഷകനെ പോലെ വന്നിട്ട് നിങ്ങൾ പറയും, ആളുകൾ ഈ കോവിഡല്ലേ വന്ന് കേൾക്കും, എല്ലാവർക്കും തലയ്ക്ക് സുഖമില്ലാതായി, അതുകൊണ്ട് മാത്രം കഴിഞ്ഞ തവണ അതിലും പിടിച്ചു നിന്ന്. പക്ഷേ ഇപ്രാവശ്യം കോവിഡും വന്നില്ല, ഒന്നും വന്നില്ല. ആ പ്രളയം വന്നില്ല, കോവിഡ് വന്നില്ല, അതുപോലുള്ള സൂക്കേടുകൾ, മഹാമാരികളൊന്നും വന്നില്ല. അങ്ങനെ ഉള്ളപ്പോൾ നോക്കണം, അന്ന് യഥാർത്ഥത്തിൽ ശ്രീമതി KK ശൈലജയെ മുൻനിർത്തിയുള്ള ഒരു മത്സരിപ്പിച്ച ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് അത്രത്തോളം അതിന് സീറ്റ് വന്നത് കഴിഞ്ഞപ്പോൾ എന്താ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രം 67 സീറ്റാണ് കിട്ടിയത്. അപ്പോൾ ശൈലജയുണ്ടല്ലോ, അവരെ കറിവേപ്പില പോലെ എടുത്ത് വെളിക്കളഞ്ഞു. കാരണം എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, ഇത് മാത്രമാണ്. ആ കപ്പലുണ്ടല്ലോ, കപ്പിത്താനുമൊക്കെ ഇപ്പോൾ എവിടെ പോയി? കപ്പൽ ആടി ഒലഞ്ഞതല്ല, കപ്പൽ ഒന്നോടുകൂടി മുക്കിയത് ആരാണ്? ഈ കപ്പിത്താൻ തന്നെയാണ് മുക്കിയത്. ഇയാളെ ഇതുപോലെ പറഞ്ഞ് നടക്കുകയാണ് കാരണഭൂതം ഏതായാലും നേരെ ഇതങ്ങ് മുക്കിയതാണ് സംഭവിച്ചു വച്ചേക്കുന്നത്. അയാളെക്കുറിച്ച് പാട്ട്, ഡാൻസ്, എന്തൊക്കെ മേളമായിരുന്നു. അത് പവനായി ശവമായി എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇവിടെ നടന്നേക്കുന്നത്. പവനായി യഥാർത്ഥത്തിൽ ശവമായി. അത് സംഭവിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വിഡ്രോ ചെയ്തത് പിണറായി വിജയൻ. എനിക്കത് വിഷമമൊന്നുമില്ല. കാരണം എന്താ പറയുക, ഞാനിപ്പോൾ എവിടെ ചെന്നാലും എവിടെ പോയാലും എനിക്ക് ഒരു പ്രശ്നമില്ല. റോഡേ എനിക്ക് ഇറങ്ങി നടക്കാം, എനിക്ക് ആളുകളുടെ ഇടയിലൊക്കെ പോകാം. എല്ലാവരും എന്നെ തിരിച്ചറിയാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്, ആരും എന്നെ ആക്ഷേപിക്കാറില്ല. ഏത് പൊതുനിരത്തിൽ എവിടെ ചെന്നാലും ശരി. ഇപ്പോൾ ഞാൻ ട്രെയിനിലാണെങ്കിലോ അല്ലെ ഫ്ലൈറ്റിലാണെങ്കിലോ അല്ലെ അതുപോലെ ഒരു ബസ് ഞാൻ കയറാറില്ലാത്തത് കൊണ്ടാണ്, അതുപോലെ പൊതുസ്ഥലങ്ങളിലായാലോ ഇവിടെ എല്ലാം ചെന്ന് എന്നെ എല്ലാവരും തിരിച്ചറിയാറുണ്ട്, ആ റെസ്പെക്റ്റും കാണിക്കാറുണ്ട്. എനിക്കിപ്പോൾ ആകെ ഉള്ളൊരു സങ്കടം എന്തെന്നറിയാം, ഈ പിണറായിയുടെ കാര്യം ആലോചിച്ച ഒരു സങ്കടമുണ്ട്. ഇയാൾ ഈ 40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി അല്ലേ ഇയാൾക്ക് നടക്കാൻ പറ്റുള്ളൂ ഇതുവരെ. അവിടെ ചെന്നാൽ എവിടെ പോയാലും ഇയാൾക്ക് അനങ്ങാതിരുന്ന് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ നടക്കണം. അതിന് നാട്ടുകാരെ മൊത്തം ബുദ്ധിമുട്ടിച്ച് നടക്കണം. ഇനി ഇയാൾക്ക് ഞാൻ ഈ നടക്കുന്നവർ ഇയാൾക്ക് നടക്കാൻ പറ്റും? ഇയാൾക്ക് ഇറങ്ങി അവിടെ ആ ആക്ഷേപം സഹിച്ചു തന്നെ നടക്കട്ടെ. അത് നമുക്കൊന്ന് കാണാം, അത് നമുക്ക് എന്താണെന്ന് നമുക്ക് കാണാം. ഇനി ഇയാൾക്ക് ഈ പാർട്ടിയെ മുക്കിക്കൊന്ന ഇയാൾക്ക്, അതേപോലെ തന്നെ ഈ LDFനെ ഒന്നാകെ മുക്കിക്കൊന്ന ഇയാൾക്ക് അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് പോയിരിക്കാൻ പറ്റുമോ? അതിനുള്ള അർഹതയുണ്ടോ? പ്രതിപക്ഷ നേതാവായിട്ടിരുന്നാൽ ഒരു മന്ത്രിക്ക് കിട്ടുന്ന, മുഖ്യമന്ത്രിയല്ല, ഒരു മന്ത്രിക്ക് കിട്ടുന്ന
ആ പരിഗണന, അതിൻ്റെ പ്രോട്ടോകോൾ അതെല്ലാം കിട്ടും, ശരിയാണ്. പക്ഷേ അയാൾക്ക് എന്ത് ധാർമ്മികമായിട്ട് എന്ത് അവകാശമുണ്ട് അതിന്? അതിനകത്ത് ആകെ അവകാശം ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ പൊരുതി ജയിച്ചതാണ് ഐഷ പോറ്റയുടെ ബാലഗോപാൽ. വളരെ കഷ്ടപ്പെട്ട ചക്രശ്വാസം വലിച്ചാൽ ജയിച്ചത് 1000 ഇഷ്ടം വോട്ടിന് കഷ്ടിച്ച് കടന്നുകൂടിയാണ്. എന്നാലും അയാൾ വിവരമുള്ളവനാണ്. അയാളെ ആക്കിയ ഒരല്പം മര്യാദ ഉണ്ടാവും. അല്ലാതെ ഇയാൾക്ക് ഇത് ഏറ്റെടുക്കാൻ എടുക്കാൻ പാടില്ല. ഇയാൾ അനങ്ങാതെ ഒരു മൂലയിൽ പോയിരിക്കണം അവിടെ, അതാ വേണ്ടത്. ഇത് ഇനിയെങ്കിലും ഈ പാർട്ടി ഒന്ന് തിരിച്ചറിയണം. പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ആകരുത്, പാർട്ടി ആയിരിക്കണം. ഈ പാർട്ടി എവിടെ പോയി? ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇനി എന്താണ്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പ്രസ്ഥാനമാണ്. കാരണം ഒരുപാട് വലിയ തിരുത്തൽ ശക്തിയായിരുന്നു അവർ. ഇനിയിപ്പോൾ പുതിയ എന്നിട്ട് ഇപ്പോൾ ഇനി എന്തുവാ? ഇത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലേ? ഒന്നുമില്ല. ഇനി ഓച്ചാനിച്ച് നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. ആ രീതിയായി. ഇനി നമുക്ക് പുതിയ പുതിയ കലാപരിപാടികൾ കാണാൻ കിട്ടും കേട്ടോ. കാരണം ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഹർത്താൽ, ബന്ദ് അതൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു ഹർത്താൽ എന്ന് പറയുന്നത് ഞാൻ പോലും വെറുത്തുപോയി. ആ നിതിൻ രാജിൻ്റെ പേരിലുണ്ടല്ലോ നടത്തിയ റോഡിൽ കാണിച്ച പേക്കൂത്തുണ്ടല്ലോ യവന്മാരെല്ലാം കൂടെ ചെയ്തത്, അത് മാത്രമാണ്. അത് വെറുത്തുപോയി. ജനങ്ങൾ വെറുക്കും ഇതുണ്ടെങ്കിൽ. ഇനി ഇത് വരും, ഈ കലാപരിപാടി ഇനി അരങ്ങേറും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ജനങ്ങൾ ഭയങ്കരമായിട്ട് വെറുക്കും, ജനങ്ങൾ നോക്കിയിരിക്കും. എനിക്ക് ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ ഇഷ്ടം വന്ന ഒരു കാര്യം കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധമാണ്. അതാണ് നമ്മൾ കണ്ടത്, ജനാധിപത്യ ബോധം. ഞാൻ ആദ്യം മുതൽ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ രാഷ്ട്രീയം ഒന്നും നോക്കരുത്. വോട്ട് കൊടുക്കുന്നത് വ്യക്തികളെ നോക്കി കൊടുക്കണം. അവരാരാണ് എന്താണെന്ന് നോക്കണം. അവരെ പ്രസ്ഥാനമല്ല നോക്കേണ്ടത്, വ്യക്തികളെ നോക്കി. അങ്ങനെ വ്യക്തികളെ നോക്കി ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായത്. അതാണ് നമ്മൾ കണ്ടത്. കള്ളന്മാരെ എല്ലാം മുഴുവൻ എണ്ണത്തിനെ 13 എണ്ണം മന്ത്രിമാരായിരുന്നു. എവിടെ പോയി? 13 എണ്ണം. അത് ഈ കപ്പിനകത്ത് തന്നെ കപ്പിത്താൻ അങ്ങ് മുക്കി റെഡിയാക്കി എടുത്തു. കപ്പിത്താൻ എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ. രക്ഷപ്പെട്ടത് എന്താ? വളരെ കഷ്ടപ്പെട്ട് എന്തിലോ പിടിച്ച് കയറി വന്നു. അത് ആ റഷീദ് പിന്നെ ആരെങ്കിലും കോൺഗ്രസ്സുകാരെല്ലാം കൂടെ തെരഞ്ഞെടുപ്പിന് അവിടെ പോയി പ്രവർത്തിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ ഈ കപ്പിത്താനും ഇതോടുകൂടി മുങ്ങിപ്പോയനെ. ഏതായാലും ഇപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യം, ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞല്ലോ. ഇനി ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അത് പാർട്ടിയുടെ കാര്യം, അതെനിക്ക് താല്പര്യമുള്ളൊരു വിഷയമല്ല. നമുക്കിവിടെ നിർത്താം.